ഈ ജീവയുടെ ഒരു കാര്യം. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ജീവ, ഞാനേ ആപ്പ് വഴി ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റ് ഇപ്പൊ വരും. ഞാൻ ഒന്ന് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോട്ടെ. ഇതുപോലെ ആപ്പിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പെങ്കൊച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവിടെ അമ്മ ഇവിടെ അച്ഛന്റെ പേര് ഗോപാലൻ എന്ന് പറഞ്ഞപ്പോ ഇവള് വിശ്വസിക്കാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയ പെണ്ണായത് അറിയോ? ഇവള് മിക്കവാറും ഈ ഹണിമൂൺ കൊളവാക്കും. എന്താ ജീവ ഒറ്റയ്ക്കൊരു വർത്താനം? സോറി, ഞാനൊരു 10 സെക്കൻഡ് ലേറ്റ് ആയി. അവിടെ പോയി നിന്ന് എണ്ണയോ? അല്ല, ടൈമർ ആപ്പ്. അവിടെ ജീവ, നമ്മൾ ഹണിമൂണിന് വന്ന ഈ സ്ഥലം എത്ര ബ്യൂട്ടിഫുൾ അല്ലേ? എനിക്ക് അത്ര ബ്യൂട്ടിഫുൾ ആയി തോന്നുന്നില്ല. അതെന്താ? അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയി നീ എന്റെ മുന്നിൽ നിൽക്കുമല്ലോ. ഓ ജീവ, ഇഷ്ടപ്പെട്ടൊന്ന് പറ. എന്തിനാ പറയുന്നേ? കാണിച്ചാ പോലെ. അതല്ല ജീവ, ഈ സ്ഥലം ഇഷ്ടപ്പെട്ടൊന്ന് പറയാൻ. ഇനി വന്നേ, നീ ആ വെള്ളച്ചാട്ടത്തിലേക്ക് നോക്ക്. എന്താ? അതിന്റെ മുകളിൽ ഒരു ചെറിയ വീട് കെട്ടി നമുക്കവിടെ ജീവിച്ചാലോ? അപ്പൊ ഒഴുകി പോവൂലേ? ആരെങ്കിലും ചോദിച്ചാൽ ഹൗസ് ബോട്ടാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ജീവയ്ക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടല്ലേ? എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? ഞാനേ ആപ്പ് വഴി കണ്ടുപിടിച്ചതല്ലേ. ആപ്പ്? ഈ വന്നേ, നമുക്ക് ആൺകുട്ടി വേണോ അതോ പെൺകുട്ടി വേണോ? അത് ആപ്പിനോട് ചോദിക്കാം. നീ അതെങ്കിലും എനിക്കൊന്ന് വിട്ടു തരുമോ? അങ്ങനാണെങ്കിൽ 2 കുട്ടികൾ വേണം. ഒരു ആൺകുഞ്ഞ്. ആൺകുഞ്ഞിന്റെ പേര് ChatGPT. ഇളയത് പെണ്ണാണെങ്കിലേ അവളുടെ പേര് ജെമിനി. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്ലേ സ്റ്റോർ വേണോ? എന്നാ വാ, നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാം. ജീവ, നമുക്ക് കുറച്ച് മധുരം നുകർന്നാലോ? ഇന്ന് ഞാൻ ഷുഗർ വന്ന് ചാവും. ജീവ, കൂടെ അല്ല, പിന്നെ ഇത് ഇതായിരുന്നു. എന്താ ജീവ അവിടെ എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ? ഇവിടെ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. ആണോ? അതെന്താ? ഒഴുക്കി വിടാലോ. അതെ, നീ എന്റെ കൂടെ വന്നേ പിന്നെ എനിക്കൊരു തോന്നൽ. എന്താ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ്. അല്ല ജീവ, ഞാനാ ഏറ്റവും കൂടുതൽ ഭാഗ്യവതി. അല്ല ഞാനാണ്. അല്ല ഞാനാ. അല്ല ഞാനാണ്. അല്ല ഞാനാ. ചെബിക്കല്ലടിച്ച് ഞാൻ പൊട്ടിക്കും. ഞാൻ നിന്റെ ഭർത്താവാണെങ്കിൽ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ആപ്പിനോട് ചോദിക്കാം. എന്ത് പറഞ്ഞാലും നിനക്ക് എന്തോടി ഈ ആപ്പ്? എടി, നീ ഈ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് നീ ഈ ആപ്പിലും ഫോണിലും നോക്കാതെ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ആര് പറഞ്ഞു തന്നിട്ടില്ലെന്ന്? ഫോണിലും ആപ്പിലും നോക്കാതെയല്ലേ ഞാൻ കിസ് എന്നത്. എന്നാ ചോദിക്കാതെ ഒരെണ്ണെന്താ? ഇവിടെ വെച്ചോ? ഇതിനൊക്കെ ഒരു മറയൊക്കെ വേണ്ടേ? അതിനല്ലേ ഈ കൊട. നമുക്ക് എണ്ണാം. ജീവ, എന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. ആര് പറഞ്ഞു? ഈ ഹാർട്ട് ബീറ്റ് ആപ്പ്. പിന്നെ അവിടെ ഒരു ആപ്പ്? എടി, നിന്നെ പോലെ ആപ്പിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത് ജീവയ്ക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. എന്റെ അച്ഛനെ അമ്മയെ കല്യാണം കഴിച്ചത് ആപ്പ് വഴിയാ. അങ്ങനെ ആയിരിക്കത്തില്ല. നിന്റെ അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷമായിരിക്കും നിന്റെ അച്ഛൻ ആപ്പിലായത്. ജീവ ഇല്ലാതെ പോലും ഞാൻ ഈ ഹണിമൂൺ ആഘോഷിക്കും. പക്ഷേ ഫോണും ആപ്പും ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല. എന്തോ പറഞ്ഞേ? ഫോണും ആപ്പും ഇല്ലാതെ പറ്റില്ലാന്ന്. ജീവ ഇതെങ്ങോട്ടാ? എങ്ങോട്ടാ? ചാടില്ല ജീവ. നീ ഒന്നും പറയണ്ട, ജീവൻ പോകും. അതാ ഞാൻ പറഞ്ഞേ, താഴോട്ട് ചാടിയാ ജീവൻ പോകും. നിനക്ക് ആ ഫോണ് പോരെ, ഈ ജീവനെ വേണ്ടല്ലോ. ജീവ, നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സത്യം? സത്യം. അത്രക്ക് ഇഷ്ടമാണോ? ജീവ, കൂട്ടുണ്ടാക്കുന്നത് മാവ, കുട്ടികൾ കളിക്കുന്നത് പാവ. ഈ ഹണിമൂൺ കഴിയുമ്പോ നമുക്കൊരു വാവ. അഞ്ചാമത്തത് പോലെ തന്നെ. ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമമായി നറുമഞ്ഞുമി നിലാക്കുളിരും ഒന്നു ചേരും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ജീവ എന്ന യൂസർ ഐഡിക്ക് മറ്റൊരു പാസ്വേഡ് ഉണ്ടോ? പാസ്വേഡോ? ജീവ, ഇതിനു മുന്നേ വല്ല പ്രണയം ഉണ്ടായിരുന്നോന്ന്? സത്യം പറഞ്ഞ എനിക്കൊരു പ്രണയമില്ലായിരുന്നു. സത്യം? സത്യം. ഞാനെങ്ങാണം ഫോർഗോട്ട് അടിച്ച് നോക്കുമ്പോ പഴയ പാസ്വേഡ് വല്ലതും കിട്ടിയ? ഒരെണ്ണം ഉണ്ടായിരുന്നു. എന്തിനാ
ജീവ അത് പറയാൻ പഠിക്കുന്നേ? ഇനി എങ്ങോണോ ആ പാസ്വേഡ് റീസെറ്റ് ചെയ്തെടുത്താ നിന്റെ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും. നീ എന്തിനാ ഈ അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നിനക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇങ്ങ് വന്നേ. ഇങ്ങ് വാ, ഇങ്ങ് വാ. കൊടയോ? ആറാമത്തെ കൗണ്ടല്ലോ. ജീവ ജീവ കുറച്ചു നാൾ കഴിയുമ്പോഴേ നമ്മുടെ ജീവിതത്തിലോട്ട് പുതിയൊരു അംഗം വരും. അതങ്ങനാണല്ലോ. അവൻ വരുമ്പോ നാരങ്ങ വെച്ച് വേണം ജീവൻ സ്വീകരിക്കാൻ. നാരങ്ങ? സത്യപരടി, നീ ഇതേ ആപ്പ് നോക്കിയാ നീ കണ്ടുപിടിച്ച. ഇപ്പൊ നീ നാരങ്ങ പറഞ്ഞു, നാളെ നീ പറയും ഹാരം കെട്ടിട്ട് വേണം അവനെ ഇറക്കാനെന്ന്. അപ്പൊ ഹാരം കെട്ടണ്ടേ? കെട്ടണോ? കെട്ടണം. പുതിയ വണ്ടി എടുക്കുമ്പോ ഹാരം കെട്ടണം. വണ്ടി? ആ. വണ്ടി ഞാൻ ചോദിക്കട്ടെ, ഏത് വണ്ടിയാ ഓർഡർ ചെയ്തേക്കുന്നത്? ബൈക്കാണോ? അല്ല. പിന്നെ കാറ്? അല്ല. അപ്പൊ ബസ്? അല്ലെന്നേ. എന്നാ നീ തന്നെ പറ. ആപ്പേ. ആപ്പയോ? ആ, ആപ്പയ്ക്കകത്താവുമ്പോ ആപ്പുണ്ടല്ലോ. ആപ്പ് എടി, നിന്റെ ഈ ഒരു ആപ്പ് കാരണമാണ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് വരെ കുളമായത്. ഞാനെന്തോ ചെയ്തെന്നാ? നീ എന്തോ ചെയ്യുന്നോ? എടി, ഞാൻ ഫസ്റ്റ് നൈറ്റ് നിന്നോട് എന്തോ പറഞ്ഞേ, ഫ്രീ ആയിട്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന്. അപ്പൊ നീ എന്തോ എന്നോട് പറഞ്ഞേ, ആദ്യത്തെ 1 മിനിറ്റ് ഫ്രീയും ബാക്കിയുള്ള ഓരോ മിനിറ്റിനും 9 രൂപ വെച്ച് മേടിച്ചവളാണ് നീ. അങ്ങനെയാണെങ്കിലേ ജീവ ഒട്ടും മോശമൊന്നുമല്ല. എന്ത്? എന്നെ കല്യാണത്തിനൊരുക്കിയ ബ്യൂട്ടീഷ്യൻ അശ്വതി ചേച്ചിക്ക് ജീവിതത്തിന് ഐഫോണിന്റെ ബോക്സിൽ സാധാ കീപാഡ് വെച്ച് കൊടുത്തത്. ആ ഐഫോൺ ബോക്സ് തുറന്നപ്പോ അവരുടെ പ്രതീക്ഷകൾ മൊത്തം തെറ്റിയില്ലേ? പ്രതീക്ഷ തെറ്റിയോ? അതുപോലാണ് കല്യാണത്തിന് നിന്നെ ഒരുക്കിയ മേക്കപ്പ് അഴിച്ചപ്പോ എന്റെ പ്രതീക്ഷ തെറ്റിയത്, അറിയോ? ജീവ അപ്പൊ ജീവ പറയുന്നത് ഞാൻ സുന്ദരിയല്ലെന്നല്ലേ? അങ്ങനല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറയാൻ വന്നേ ഉള്ളൂ. ബ്യൂട്ടി ആപ്പ് പറഞ്ഞല്ലോ ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന്. എന്നാ നീ ആപ്പ് വെച്ച് നോക്ക്, ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരൻ. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കാം. ഒന്ന് നിന്നെ കുറച്ച് ആ? കുറച്ച് ഇനി പുറമെ കുറച്ചും കൂടെ ഇനി കുറച്ചും കൂടെ ഇവിടെ കിടന്നാലോ? അത്രക്കങ്ങ് പോണ്ടായിരുന്നു. ഫ്രെയിം ഔട്ടായി. ജീവ 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 എന്തോ പണിയാ കാണിച്ചത്? ഞാൻ എന്ത് പണി കാണിച്ചെന്നാ? ഫോട്ടോ കിട്ടിയില്ല. അയ്യോ, എടി, എന്റെ ജീവനാദ്യം കിട്ടുമോ നോക്കടി. ജീവ കേറുവാ ജീവ കേറുവാ. കേറിവാ എന്ന് പറയുമ്പോ കേറി വരാൻ ഞാൻ നിന്റെ വീടിന്റെ സിറ്റൗട്ടിലല്ല നിൽക്കുന്നത്, ഞാൻ ഈ കുഴി കിടക്കുവാ. അങ്ങനാണെങ്കിലേ ദേ ഈ സാരിത്തുമ്പി പിടിച്ച് കേറുവാ. എന്നിട്ട് വേണം നാട്ടുകാർ പറയാൻ ഞാൻ നിന്റെ സാരിത്തുമ്പിലാണത്. എനിക്ക് ജീവ അവിടെ പിടിച്ച് നിക്ക്. എനിക്ക് പേടിയാവുന്നു, അടിയൊഴുക്കുണ്ട്. അതിന് മാത്രം ഒഴുക്ക് അവിടെ ഇല്ലല്ലോ. അതല്ല, പേടിച്ചിട്ട് അടിയെന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ജീവ ഞാനേ റെസ്ക്യൂ ആപ്പ് വഴി ആരെങ്കിലും രക്ഷിക്കാൻ വിളിക്കാം കേട്ടോ. അതിലും ആപ്പോ? ജീവ റെസ്ക്യൂ ആപ്പ് പറയുന്നതേ ആരോ ഒരാളിപ്പോ വരുമെന്നാ. അതെ, ഇവിടെ മൊത്തം വരാല എന്നെ കൊത്തിക്കൊണ്ടിരിക്കുക. കൊത്തല്ലെന്ന് പറ ജീവ. ആ പറയാം, കൊത്തല്ലേ കൊത്തല്ലേ വരാലേ വരാലേ, അവിടെ കൊത്തല്ലേ വരാലേ. അയ്യേ, എന്റെ ഹണിമൂണാണേ, വരാലേ വരാലേ. അങ്ങോട്ട് വരാലോ അല്ലേ? എക്സ്ക്യൂസ് മീ മാഡം, റെസ്ക്യൂ ആപ്പിൽ നിന്ന് വരികയാണേ. ആണോ? അതെ, മേഡത്തിന് ഞങ്ങൾ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? അതെ, എന്റെ ഹണിമൂൺ ആണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് സഹായിക്കേണ്ടി വരും. പറയൂ മേഡം, പറ. എന്റെ ഭർത്താവ് പോയി. അങ്ങനെയാണെങ്കിൽ പോട്ടെ മേഡം, നമുക്ക് സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് നമുക്ക് ഒരാളെ ബുക്ക് ചെയ്യാം. എങ്ങാനും അങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിൽപ്പുണ്ടല്ലോ. മേഡത്തിന്റെ ഹണിമൂൺ ആണ്, അതുകൊണ്ടാണ് ഭാര്യയും മക്കളുള്ള ഞാൻ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത്. അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. എടോ, എന്റെ ഹണിമൂൺ വന്ന ഭർത്താവ് വെള്ളത്തിൽ പോയി. വെള്ളത്തിൽ പോയോ? അതിന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ദേ കിടക്കുന്നു. അയ്യോ, അത് മേഡത്തിന്റെ ഭർത്താവാണോ? ഞാൻ മരിച്ച ആഫ്രിക്കൻ പായലായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണോ? പുള്ളിയെ രക്ഷിക്കണോ? പിന്നെ വേണ്ടേ? വേണോ? അങ്ങനാണെങ്കിൽ നമുക്ക് രക്ഷിക്കാം. ഇതിനെ മേഡം ഒരു കൊടയൊക്കെ തുടരുത് നീ. അപ്പോ കൊട വെച്ച് ഇവിടെ എന്തോ ഒരു പ്ലേ നടന്നിട്ടുണ്ട്. അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ എന്റെ ഭർത്താവിനെ രക്ഷിക്കണോ? രക്ഷിക്കാം മേഡം. അതിനു മുമ്പ് മറ്റൊരു കാര്യമുണ്ട്. ഭർത്താവ് വെള്ളത്തിൽ പോയി സ്ഥിതിക്ക് നമ്പറും തരാൻ പറ്റുമോ? ഭർത്താവ് വെള്ളത്തിൽ പോയ അവസ്ഥയിൽ ഭാര്യയോട് നമ്പർ ചോദിക്കുന്നോടോ? ഇൻസ്റ്റൈന് മതിയോ? ഇതിന്റെ മറുപടി ഞാൻ ഇവിടെ പറയുന്നില്ല. അതല്ല മേഡം ഞാൻ ഉദ്ദേശിച്ചത്. മേഡത്തിന്റെ എന്റെ OTP ഉണ്ട്. OTPയോ? കൊടുക്കരുത്. നീ കേട്ടിട്ടില്ലേ, അജ്ഞാത നമ്പറുകളിൽ നിന്നോ അടുത്തുള്ള ആളുകൾക്കോ OTP നമ്പർ ഷെയർ ചെയ്യാൻ പാടില്ല. സംശയമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ 1800 എന്ന നമ്പറിലേക്ക് വിളിച്ചു നോക്കൂ. എടാ, കേന്ദ്ര സർക്കാരിന്റെ മെസ്സേജ് പറഞ്ഞവനേരാ. നിന്റെ നനഞ്ഞ OTP കൊണ്ട് നീ ഇവിടെ കിടന്നു. അയ്യോ, അങ്ങനെ പോവല്ലേട്ടാ. എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചിട്ട് പോ. സാറിനെ രക്ഷിക്കാൻ ഇപ്പൊ നമ്മുടെ 3 ഓപ്ഷനാണോ? പെട്ടെന്നാവട്ടെ. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പാതാളക്കരണ്ടി എടുക്കാം, രണ്ടാമത് ഇറങ്ങി എടുക്കാം, മൂന്നാമത് കയറാണ്. ഇവിടെ നമുക്ക് ഏതിലാണ് പിടിക്കേണ്ടത്? എടോ, ഏത് പിടിച്ചാലും എന്റെ ഭർത്താവിനെ ഒന്ന് രക്ഷിച്ചാ മതി. പറ്റില്ല മേഡം, മേഡമാണ് ഞങ്ങളെ വിളിച്ചത്, അപ്പൊ മേഡം സെലക്ട് ചെയ്യാം. എടോ, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് എന്റെ ഭർത്താവിനെ രക്ഷിക്കണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കയറി പിടിച്ചാലോ?
വേണ്ട, എനിക്കങ്ങനെ രക്ഷപ്പെടണ്ട, എനിക്കങ്ങനെ ജീവിക്കണ്ട. അല്ല ജീവ, അത് അയാളുടെ ഓപ്ഷനാ. അതവന്റെ ഓപ്ഷൻ അല്ല, അത് ക്യാപ്ഷൻ. നീ മാറി നിൽക്കണേ. ജീവ, അയാളത് ചെയ്തോട്ടെ. എടി, ഈ വെള്ളത്തിൽ കിടക്കുന്നത് വരാലല്ല, നിന്റെ ഭർത്താവാ. വേറെന്തേലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പാതാളക്കരണ്ടി എറിഞ്ഞാലോ? പാതാള കറണ്ടിട്ട് എടുക്കുന്നത് തൊട്ടിയല്ലേ? ഞാൻ കിടക്കുന്നവൻ എന്തുവാന്നാ നിങ്ങൾ കരുതുന്നത്? എന്റെ പൊന്നു മേഡം, ഇവന്റെ സംസാരം കേട്ടാൽ അറിയോ മഹാ തൊട്ടിയാണ് ഉള്ള കാര്യം. എന്റെ കെട്ടിയോടെല്ലാം പറഞ്ഞോണ്ടല്ലോ. ഓഹോ, അങ്ങനെയാണെങ്കിൽ പിന്നെ മേഡം ഒന്ന് രക്ഷിച്ചു. അയ്യോ അതല്ല, ഇനി ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടല്ലോ. ഇറങ്ങിയെടുക്കാം. ഇറങ്ങിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ എടുക്കണം മേഡം. ആരിറങ്ങും? മേഡം ഇറങ്ങണം. പിന്നെ ഞാൻ ഇറങ്ങണം. പിന്നെ താൻ ഇറങ്ങണം. അയ്യോ മേഡം, ഞങ്ങൾ ആപ്പിന്ന് വന്നവരാണ്. ഞങ്ങൾ അങ്ങനെ ഇറങ്ങാറില്ല. ഞങ്ങൾ ഇങ്ങനെ പറയത്തതേ ഉള്ളൂ മേഡം. എന്തൊരു പന്നാപ്പാടോ തന്റേത്. അയ്യോ, ഞങ്ങളുടെ മാത്രമല്ല, ഫോണിലുള്ള എല്ലാ ആപ്പുകളും ഇങ്ങനെയാണ് മേഡം. ഉദാഹരണത്തിന് നമ്മൾ ജിപേ എടുത്തു കഴിഞ്ഞാൽ ഈ ജിപേക്കകത്ത് ആരാണ് പൈസ ഇടുന്നത്? എന്റെ ജിപ്പയ്ക്കകത്ത് ഞാൻ. ഈ പൈസ ഉണ്ടാക്കുന്ന ആരാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ മാത്രമേ ജിപേ ഉള്ളൂ. അതുപോലെ കണ്ട്രാക്ക് കളിച്ച് വിടാൻ മാത്രമേ എനിക്ക് അപ്പൊ താൻ രക്ഷിക്കത്തില്ലേ? അങ്ങനെ രക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ മേഡം ഒരു കാര്യം ചെയ്യൂ, 108 വിളിക്കൂ. അത് 108 ഇപ്പൊ വിളിച്ചാൽ ഇവനെ വൈകിട്ടെങ്കിലും ജീവനോടെ രക്ഷിക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഷാപ്പിൽ ഇവൻ തലക്കറിയായിട്ട് കയറും. രക്ഷിക്കും. എനിക്കറിയത്തില്ല മേഡം. ആരും രക്ഷിക്കണ്ട, ഞാൻ ജീവ, ജീവ, എന്റെ ജീവ. ജീവ, ജീവ എങ്ങനെ ജീവ രക്ഷപ്പെട്ടത്? എങ്ങനാന്നോ? ഏതോ ചൂണ്ടയിടാൻ വന്നവന്മാര് കൊറേ ആപ്പ് അടിച്ചു വെച്ച് ആ ആപ്പി പിടിച്ച് ഞാനിങ്ങി കേറി. അപ്പഴേ ഞാൻ പറഞ്ഞില്ലേ ആപ്പ് ജീവയെ രക്ഷിക്കുമെന്ന്. നീ മിണ്ടിപ്പോകരുത്, നിന്റെ ആപ്പാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ജീവ, എക്സ്ക്യൂസ് മീ, ഒരു കാര്യം എന്താണ്? വെള്ളത്തിൽ വീണാളെ രക്ഷിക്കാൻ ഒരു ഓഫറും കൂടെ നമുക്ക് കിടപ്പുണ്ട്. ഇത് ആദ്യമേ പറയണ്ടേ? ഒരാൾ താഴെ ഉണ്ട്. ഉണ്ട്. നോക്കാം. സൂക്ഷിച്ചു നോക്കിയാലും കാണുന്നുണ്ടോ? ഒരു നിഴല് കാണുന്നുണ്ട്. അതാണ് നീ ചെല്ല. അതെ, നീ ഞാനിപ്പോ കേറി വന്നില്ലേ, അതുപോലെ നീയും ഇങ്ങ് കേറിപ്പോര്. അങ്ങനാണെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യണം, എന്റെ ആപ്പിനെ പറ്റി റിവ്യൂ പറയണം, 5 സ്റ്റാർ അടിക്കണം. 5 സ്റ്റാർ അല്ല, നീ അത് ഈ കേറി പിടിച്ച് വന്നില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നക്ഷത്രമായിട്ട് നീ ആകാശത്ത് നിൽക്കും. സാധാരണ ഹണിമൂൺ സ്കിറ്റ് എന്ന് പറയുമ്പോഴേ ഇതൊരു നീതി പുലർത്തിയ ഒരു ഹണിമൂൺ സ്കിറ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ജോസഫ് ഉണർന്നു. ജോസഫേ, ഹൂ ഈസ് ദ ഫസ്റ്റ് ഹണിമൂൺ കപ്പിൾ ഇൻ ദ വേൾഡ്? ജോസഫേ, എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അറിയാമോ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യരുടെ ലൈഫിൽ അവരുടെ ഹണിമൂൺ ആണ് അവരുടെ ഫസ്റ്റ് ഹണിമൂൺ. അല്ല മോളെ, ഹണിമൂൺ എന്ന് ആദ്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ അല്ല, പുറത്താണ്. ഹണിമൂൺ എന്ന് പറയുന്ന ആദ്യം ഈ കപ്പ് ഇവിടെ നമ്മൾ പാലും പഴം കൊടുക്കൂലേ, പുറം രാജ്യങ്ങളിൽ ഹണിയാണ് കൊടുത്തത്, തേൻ. എന്നിട്ട് ചങ്ങല എടുത്ത് വിഴുങ്ങോ? സീരിയസ് ആണേ സാറ്, സീരിയസ് ആ. ഷൂ ആളം വരെ എത്തിരുന്നേ ഊരി ഇറങ്ങി. മോളെ, ഇവിടെ നമ്മൾ പാലും പഴം കൊടുക്കുന്ന പോലെ അവിടെയൊക്കെ തേനാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെ വയഡ് വന്നത് ഹണിമൂൺ. മൂണെന്താ ഇപ്പൊ? 3 ചന്ദ്രൻ മക്കളെ, അവിടെ 3 ചന്ദ്രൻ തന്നെ. അപ്പൊ അങ്ങനെയാണ് ആ ഒരു വേർഡ് വന്നത്. ആദ്യമായിട്ട് ഈ ഹണിമൂൺ എന്ന പേരിൽ ആദ്യത്തെ, അതായത് ഹണിമൂൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 1801 1801 കറക്റ്റ് അല്ലേ ജോസഫ്? 1801 അന്നത്തെ US വൈസ് പ്രസിഡന്റ് മകൾ 18 വയസ്സുള്ള പേര് എന്തോ ആസ്റ്റിൻ ബെർ. അല്ല, അത് ഹസ്ബൻഡിന്റെ പേര്. ആസ്റ്റിൻ ബെറും എനിക്ക് ചാനലും പ്രോഗ്രാമും പേര് കൊറേ നേരം കൊണ്ടുണ്ടല്ലോ എന്നെ ഈ വർത്താനത്തിൽ അടുപ്പിക്കുന്നില്ല കേട്ടോ. തിയോഡോസിയ ബെറും ആസ്റ്റിൻ ബെറും. ജോസഫ് US പ്രസിഡന്റ് ബോളും മരുമകനാണ് ആദ്യമായിട്ട് എന്താണ് ആ വേർഡ് ഹണിമൂൺ എന്നൊരിതില് അവര് നയാഗ്രയിൽ ആദ്യത്തെ ഹണിമൂൺ നടന്നത്. ആക്ച്വലി ഹണി മൂണെന്നല്ലായിരുന്നു, ഇത് ഹണി സ്പൂണാണ്. സ്പൂണിലാണ് ഇവർ കോരി കുടിച്ചത് ഹണി. അത് പറഞ്ഞ് ഹണി മൂണായതാണ്. അത് നല്ലൊരു ഒബ്സർവേഷനും ഒരു ഇൻഫർമേഷനും ആണ്. അപ്പൊ അതത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങോട്ട് കിടക്കാം. ഷൈൻ ആൻഡ് ഐശ്വര്യ സൂപ്പർ പെർഫോമൻസ്, സൂപ്പർ. നല്ല ഇത് ശരത് ആസ് യൂഷ്വൽ ഗുഡ് ആണ്, പക്ഷെ നല്ല സ്ക്രിപ്റ്റ്, നല്ല പെർഫോമൻസ്. ലെറ്റ്സ് സീ ദ ബാറ്ററി നോക്കാം. അയ്യോടാ, നമ്മളെ ചിരിപ്പിച്ചിട്ട് നിങ്ങൾ കരയുന്നോ? അപ്പൊ നിങ്ങളുടെ ഗ്രൂമർ നിതീഷിന് വേണ്ടി ഒരു വലിയ കയ്യടി. നിങ്ങളുടെ ഹണിമൂൺ തുടങ്ങി, ഓക്കെ? ഇനി ഈ ഹണിമൂൺ ഇങ്ങനെ കണ്ടിന്യൂ ആവട്ടെ. ഓക്കെ, ഇതാ, ഗോഡ് ബ്ലെസ് യു.
സൂപ്പർ ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കടാ ഷൈനെ. കോമഡി